നമ്മുടെ രാജ്യത്തെ 9 സംസ്ഥാനങ്ങളിലും 3 കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായിട്ട് SIR സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ നടക്കുകയാണ്. വോട്ടർ പട്ടികയുടെ അതിതീവ്ര പരിഷ്കരണ നടപടികളാണ് നടന്നു വരുന്നത്. കേരളം, തമിഴ്നാട്, ബംഗാൾ അടക്കം 9 സംസ്ഥാനങ്ങളിലും 3 കേന്ദ്രഭരണ പ്രദേശങ്ങളിലും. എന്നാൽ ഇത് സംബന്ധിച്ച് ചില ഹർജികൾ സുപ്രീം കോടതിയിൽ വന്നിട്ടുണ്ട്. ആ ഹർജികൾ പരിഗണിച്ചപ്പോൾ സുപ്രീം കോടതി കടുത്ത ആശങ്ക പ്രകടിപ്പിച്ചു. മറ്റൊന്നുമല്ല, ബംഗാളിലടക്കം ചില സ്ഥലങ്ങളിൽ, ചില സംസ്ഥാനങ്ങളിൽ ഈ SIR പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന BLO ബൂത്ത് ലെവൽ ഓഫീസർമാർക്ക് വേണ്ടത്ര സുരക്ഷ ലഭിക്കുന്നില്ല, അതത് സംസ്ഥാന സർക്കാരുകൾ സുരക്ഷ ഒരുക്കുന്നില്ല എന്ന ആശങ്കയാണ് പരമോന്നത നീതിപീഠം പങ്കുവച്ചത്. മാത്രമല്ല, അവിടെ BLOമാർ ആക്രമിക്കപ്പെടുന്ന, അവരെ ഭീഷണിപ്പെടുത്തുന്ന പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്ന് സുപ്രീം കോടതി പറയുന്നു. ഈ സംഭവങ്ങളെ നേരിടാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നിർദ്ദേശവും കോടതി നൽകി. അല്ലാത്ത പക്ഷം കോടതിക്ക് ഇടപെടേണ്ടി വരും. ഇത് വലിയ അരാജകത്വത്തിലേക്ക് നയിക്കും. അതുണ്ടാകാതെ നോക്കണം. പരിപൂർണമായിട്ടും വോട്ടർ പട്ടിക ശുദ്ധീകരിക്കണം എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. ഇക്കാര്യത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് വിമർശനവും കോടതിയിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. കാരണം സുരക്ഷ ഒരുക്കേണ്ടത് സംസ്ഥാന സർക്കാരുകളും അതുപോലെ വേണ്ടി വന്നാൽ അതിനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്താൻ സഹായിക്കാൻ കേന്ദ്ര സർക്കാരിനും ബാധ്യതയുണ്ട്. കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ മറ്റൊരു അഭിപ്രായത്തിനും സ്ഥാനമില്ല. വളരെ കൃത്യമായിട്ട് BLOമാർക്ക് സുരക്ഷ ഒരുക്കണം എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. ഈ വിഷയത്തിൽ ആവശ്യമായ ഉത്തരവുകൾ നൽകാൻ സുപ്രീം കോടതി മടിക്കില്ലെന്നും 2 അംഗ ബെഞ്ച് വ്യക്തമാക്കി. ഇവിടെ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തും ജസ്റ്റിസ് ജോയ് മാല ബാഗ്ചിയുമാണ് ഈ ഹർജികൾ പരിഗണിച്ചത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നടപടികളോട് സഹകരിക്കാൻ സംസ്ഥാന സർക്കാരുകൾക്ക് ബാധ്യതയുണ്ട്. അവരത് മറക്കരുത്. പലപ്പോഴും അത് മറന്ന് അവരൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ രാകേഷ് ദ്വിവേദി ചൂണ്ടിക്കാട്ടി. ഈ സാഹചര്യത്തിൽ കമ്മീഷന് മറ്റു വഴികളില്ല, അതുകൊണ്ട് കേന്ദ്രസേനയെ വിളിക്കേണ്ടി വരും എന്നൊക്കെയാണ് രാകേഷ് ദ്വിവേദി കോടതിയെ ബോധിപ്പിച്ചത്. എന്നാൽ കോടതി അതിനെക്കുറിച്ച് കൂടുതൽ ഒന്നും പറഞ്ഞില്ല. പക്ഷേ സംസ്ഥാന പോലീസിൻ്റെ നിയന്ത്രണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അധികാര പരിധിയിൽ കൊണ്ടുവരാൻ കഴിയുന്നത് എങ്ങനെയെന്ന് സുപ്രീം കോടതി ചോദിച്ചു. കാരണം അത് പരിപൂർണമായിട്ടും സംസ്ഥാന സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ളതാണ്. സുരക്ഷ ഒരുക്കേണ്ടത് സംസ്ഥാന സർക്കാരിൻ്റെ കടമയാണ്. പക്ഷെ അവിടുത്തെ പോലീസിൻ്റെ നിയന്ത്രണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏറ്റെടുക്കാൻ കഴിയില്ല. അത് എങ്ങനെ കഴിയും എന്നാണ് കോടതി ചോദിച്ചത്. എന്തായാലും ഈ അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നത് വരെ കൃത്യമായിട്ടും പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിച്ച് BLOമാർക്ക് സുരക്ഷ ഒരുക്കണം, ഒരു അപകടവും അവർക്കുണ്ടാകാതെ നോക്കണം എന്ന് കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. ബംഗാളിൻ്റെ കാര്യത്തിൽ വളരെ വിശദമായിട്ട് കോടതി കാര്യങ്ങൾ കേട്ടു. ബംഗാളിലെ സ്ഥിതിഗതികളിൽ ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും അയൽ രാജ്യവുമായിട്ട് അതിർത്തി പങ്കിടുന്നത് കൊണ്ട് തന്നെ അവിടെ വലിയ ആക്ഷേപങ്ങളും ആരോപണങ്ങളുമൊക്കെ ഉയരുന്നുണ്ട്. മുഖ്യപ്രതിപക്ഷമായ BJP വലിയ രീതിയിൽ മമതാ സർക്കാരിനെ വിമർശിക്കുന്നുണ്ട്. ഇതൊക്കെ അവിടെ സംഭവിക്കുന്നുണ്ട്. ഇതെല്ലാം കോടതിയുടെ മുന്നിലും എത്തിയിട്ടുണ്ട്. പക്ഷേ കോടതി രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങൾക്കൊന്നും മുഖം കൊടുക്കാതെ, ചെവി കൊടുക്കാതെ വളരെ കൃത്യമായിട്ട് ഭരണഘടനാ സ്ഥാപനം എന്ന നിലയ്ക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർവഹിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് പറയുകയും അതിന് സാഹചര്യമൊരുക്കാൻ സംസ്ഥാന സർക്കാരുകൾക്ക് കഴിയണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു. കേരളത്തിൽ വളരെ രസകരമാണ്, നമ്മുടെ കേരള സർക്കാർ ഈ SIRൻ്റെ സമയപരിധി നീട്ടണം എന്നാവശ്യപ്പെട്ട് കോടതിയിൽ പോയിരുന്നു. അത് കോടതി അനുവദിച്ചില്ല. ഡിസംബർ 18-നാണ് എന്യൂമറേഷൻ ഫോം, അതായത് നമ്മൾ ഒരു വോട്ടർ, ആ വോട്ടറുടെ പേര് വിവരങ്ങൾ അടക്കമുള്ളത് ഫില്ല് ചെയ്ത് പൂരിപ്പിച്ച് മടക്കി നൽകേണ്ട ദിവസം ഡിസംബർ 18 വരെയാണ്. ഡിസംബർ 18-ന് മുമ്പ് അത് ചെയ്തിരിക്കണം. BLOമാർ വീട്ടിൽ വന്ന് കളക്ട് ചെയ്യാം, ഒക്കെ അതിനൊക്കെ മാനദണ്ഡങ്ങളുണ്ട്. അതനുസരിച്ച് അതെല്ലാം നടന്നു വരികയാണ്. പക്ഷേ ആ സമയം പോരാ, അത് നീട്ടി നൽകണം. കാരണം ഇവിടെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് കൊണ്ട് നമുക്ക് ആവശ്യത്തിന് ഉദ്യോഗസ്ഥരെ നമുക്ക് വിനിയോഗിക്കാൻ കഴിഞ്ഞിട്ടില്ല.
അതുകൊണ്ട് തന്നെ ഇത് നീട്ടി നൽകണം എന്നാവശ്യപ്പെട്ടാണ് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചത്. അന്ന് തന്നെ സുപ്രീം കോടതി പറഞ്ഞു, ആ ഹർജി പരിഗണിച്ചപ്പോൾ തന്നെ പറഞ്ഞു, നിങ്ങൾ എന്തുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി കൊടുക്കുന്നില്ല, നിങ്ങൾ ആദ്യം തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി കൊടുത്തിട്ട് വരൂ എന്ന് പറഞ്ഞു. അങ്ങനെ കേരളം സർക്കാർ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി കൊടുത്തു. അവർ പറഞ്ഞു സാധ്യമല്ല, കൂടുതൽ ഉദ്യോഗസ്ഥരെ വേണമെങ്കിൽ നിയോഗിക്കാം, അത് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചാൽ മതി, പക്ഷേ ഒരു കാരണവശാലും തീയതി നീട്ടാൻ പറ്റില്ല എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലപാടെടുത്തു. ഇപ്പോഴിതാ കോടതി ഏതാണ്ട് അതിനെ ശരിവച്ചിരിക്കുകയാണ്. ഡിസംബർ 18 തീരുന്ന ഈ എന്യൂമറേഷൻ ഫോറം പൂരിപ്പിച്ച് തിരിച്ചു നൽകേണ്ട തീയതിയായ ഡിസംബർ 18 എന്നുള്ളത് 2 ദിവസം കൂടെ നീട്ടിയിട്ടുണ്ട്. ഡിസംബർ 20 വരെ ആക്കിയിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് നീട്ടാൻ സാധ്യമല്ല എന്ന് കോടതി പറഞ്ഞിരിക്കുകയാണ്. മാത്രമല്ല ഡിസംബർ 18 ഈ ഹർജി പരിഗണിക്കും. ആ ഹർജി പരിഗണിക്കുമ്പോൾ ഏറ്റവും ഒടുവിലത്തെ വിവരങ്ങൾ കോടതിയിൽ സമർപ്പിക്കണം. അത് പരിശോധിച്ചതിന് ശേഷം കോടതി ഉചിതമായ തീരുമാനം പറയാം എന്നാണ് നിലപാടെടുത്തിരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൊടുത്ത വിവരങ്ങൾ അനുസരിച്ചാണെങ്കിൽ കേരളത്തിൽ ഏതാണ്ട് 98% ആൾക്കാരും എന്യൂമറേഷൻ ഫോം തിരികെ കൊടുത്തു കഴിഞ്ഞു പൂരിപ്പിച്ച്. അത് ഒരു 22 ലക്ഷം പേരെ കാണുവാനില്ല. അതിലൊരു 6.5 ലക്ഷം പേര് മരിച്ചു പോയവരാണ്. ഒരു 2.5 ലക്ഷം ഇരട്ട വോട്ടുകളുണ്ട്, ചില ഡ്യൂപ്ലിക്കേറ്റ് വോട്ടുകളുണ്ട്. പിന്നെ കുറേ പേര് അല്ലാത്തവരെ അവരെ കണ്ടുകിട്ടിയിട്ടില്ല. അവരുടെ പേര് വിവരങ്ങൾ പുറത്തുവിടും, പ്രസിദ്ധീകരിക്കും. അപ്പോൾ അതത് രാഷ്ട്രീയ പാർട്ടികൾക്ക് കൂടെ അതിൻ്റെ കോപ്പി നൽകും. ആ രാഷ്ട്രീയ പാർട്ടികൾക്ക് അവരെവിടെയെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടെത്തി കൊണ്ടുവരാം, അവരെയും വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തും. ഇത് ഓൺലൈനിലും ഇത് പ്രസിദ്ധീകരിക്കും, വെബ്സൈറ്റിലും ഇത് പ്രസിദ്ധീകരിക്കും. അപ്പോൾ ആൾക്കാർക്ക് ആർക്കെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അത് രേഖപ്പെടുത്താം, പരാതിപ്പെടാം, ഉചിതമായ നടപടി സ്വീകരിക്കും. എന്ന് മാത്രമല്ല, നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നതുവരെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാം. ഈ വിട്ടുപോയവർക്ക് തങ്ങളുടെ സമ്മതിദാന അവകാശം ഉണ്ട് എന്ന് ആ ഒരു സമ്മതിദാന അവകാശം നേടിയെടുക്കാൻ ഈ നോട്ടിഫിക്കേഷൻ, നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നതുവരെ സമയമുണ്ട് എന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൃത്യമായി കോടതിയെ അറിയിച്ചിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ കേരളത്തിൻ്റെ ഹർജി പരിഗണിച്ച കോടതി സമയം നീട്ടി നൽകാൻ സാധ്യമല്ല എന്നും എന്യൂമറേഷൻ ഫോം ഡിസംബർ 18 നൽകേണ്ടത് ഡിസംബർ 20 ആക്കി. പക്ഷേ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നതിലോ അതുപോലെ തന്നെ ഏറ്റവും ഒടുവിലത്തെ ഫൈനൽ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നതിലോ തീയതി മാറ്റം വരുത്താൻ സുപ്രീം കോടതി തയ്യാറായിട്ടില്ല. ഡിസംബർ 18 ഹർജി പരിഗണിക്കുമ്പോൾ നമുക്ക് അന്ന് കോടതി ഉചിതമായൊരു തീരുമാനമെടുത്തേക്കും. കാരണം ആവശ്യമുണ്ടെങ്കിൽ തീയതി നീട്ടാം, അനാവശ്യമായി തീയതി നീട്ടാൻ കോടതി അനുവാദം നൽകില്ല എന്ന് അസന്നിഗ്ധമായി കോടതി പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും നമുക്ക് കേരളത്തിൻ്റെ ഹർജി ഈ പറഞ്ഞതുപോലെ കോടതിയിൽ വേണ്ടത്ര സ്റ്റാൻഡിങ് അതിനുണ്ടായിട്ടില്ല എന്ന് വ്യക്തമാണ്. മൊത്തത്തിൽ നമ്മുടെ രാജ്യത്തെ ഈ പറഞ്ഞ 9 സംസ്ഥാനങ്ങളിലും 3 കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായിട്ട് നടക്കുന്ന SIRനെ സംബന്ധിച്ച് കോടതി ചില ആശങ്കകൾ പറഞ്ഞിട്ടുണ്ട്. അത് SIR വേണ്ട വിധത്തിൽ നടക്കാൻ വേണ്ടിയിട്ടാണ്. പ്രത്യേകിച്ചും സുരക്ഷാ കാര്യത്തിലാണ്, BLOമാരുടെ സുരക്ഷാ കാര്യത്തിലാണ് കോടതി ആശങ്ക പങ്കുവച്ചത്. അത് സംസ്ഥാന സർക്കാരുകൾക്ക് മുന്നിൽ ഒരു വലിയ ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. BLOമാർക്ക് കൃത്യമായ സുരക്ഷ കൊടുക്കാൻ, ശരിയായ വോട്ടർ പട്ടിക നമ്മുടെ രാജ്യത്തുണ്ടാകാൻ, ഇന്ന് മാത്രമല്ല ഒരു വോട്ടർക്ക് വോട്ടറവകാശം ലഭിക്കാതെ പോകുകയും അരുത്. കൃത്യമായിട്ടും ഇന്ത്യൻ പൗരനാണെങ്കിൽ ജാതി മത വർഗ വർണ്ണ ലിംഗഭേദങ്ങളൊന്നും അവിടെ വിഷയമല്ല. ഇന്ത്യൻ പൗരനാണോ അയാൾക്ക് വോട്ടവകാശം ഉണ്ടായിരിക്കണം, അത് നിർബന്ധമാണ്. കോടതി അക്കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. അതിൽ ഒരു മാറ്റവുമില്ല. എല്ലാ ഇന്ത്യൻ പൗരന്മാർക്കും തങ്ങളുടെ സമ്മതിദാന അവകാശം വിനിയോഗിക്കാനുള്ള അധികാരവും അവകാശവും ഉണ്ട്. അതിനുള്ള സാഹചര്യം ഒരുക്കുകയാണ് അതത് സംസ്ഥാന സർക്കാരുകളുടെയും കേന്ദ്ര സർക്കാരിൻ്റെയും ജോലി. രാഷ്ട്രീയം കളിക്കലല്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.